ഗ്രൂപ്പ് അതിപ്രസരമില്ലാതെ പുനഃസംഘടന നടത്തുമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദില്ലിയിൽ പറഞ്ഞു. നേരത്തെ രൂപീകരിച്ച സമിതിക്ക് ഇനി പ്രസക്തിയില്ലെന്നും സുധീരൻ വ്യക്തമാക്കി. UDF ചെയർമാൻ സ്ഥാനം സംബന്ധിച്ച അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുമെന്നും KPCC അധ്യക്ഷൻ വ്യക്തമാക്കി. KPCC നേതൃമാറ്റം ഉടനില്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയതോടെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കേരളത്തിലേക്ക് ഇന്നലെ തന്നെ മടങ്ങിയെങ്കിലും സുധീരൻ ദില്ലിയിൽ തന്നെ തുടർന്നിരുന്നു. ഇന്ന് ഹൈക്കമാൻഡുമായി VM സുധീരൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഏകമാർഗം ഗ്രൂപ്പ് അതിപ്രസരം ഒഴിവാക്കുകയാണെന്ന് സുധീരൻ വ്യക്തമാക്കി. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഈ നിലപാട് അംഗീകരിച്ചു. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, AK ആന്റണി എന്നിവരും സുധീരന്റെ നിലപാടിനോട് യോജിച്ചതായാണ് വിവരം. തുടർന്ന് മാധ്യമങ്ങളെ കണ്ട സുധീരൻ ഇക്കാര്യം വ്യക്തമാക്കി. ഗ്രൂപ്പ് അതിപ്രസരത്തിന് അതീതമായി പുതുമുഖങ്ങളും ചെറുപ്പക്കാരും വനിതകളും മറ്റു ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലും പെടുന്ന നന്നായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക എന്നുള്ള അതുവഴി പാർട്ടിയെ കൂടുതൽ സചേതനമാക്കി മാറ്റും. ഗ്രൂപ്പ് തർക്കം ഒഴിവാക്കിയുള്ള തുടർ ചർച്ചകളാണ് നടപ്പാക്കേണ്ടതെന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചതായും സുധീരൻ അറിയിച്ചു. എന്നാൽ നട്ടലുള്ള നേതൃത്വമാണ് KPCCക്ക് വേണ്ടതെന്ന K സുധാകരന്റെ പരാമർശത്തോട് VM സുധീരന്റെ പ്രതികരണം ഇങ്ങനെ: ഞാൻ അതേക്കുറിച്ചൊന്നും ഓരോന്നും പറയുന്നില്ല. ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതേസമയം UDF ചെയർമാൻ പദവി സംബന്ധിച്ച അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുമെന്നും VM സുധീരൻ പ്രതികരിച്ചു. സുധീരനെതിരെയുള്ള AI ഗ്രൂപ്പുകളുടെ പടനീക്കം ശക്തമായിരുന്നെങ്കിലും ഹൈക്കമാൻഡ് സുധീരനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ തയ്യാറായില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മോടൊപ്പം അതിഥികളായി രാഷ്ട്രീയ നിരീക്ഷകൻ, മാധ്യമപ്രവർത്തകർ ചേരുന്നു. മാധ്യമപ്രവർത്തകനെ സജീവൻ, ഒപ്പം തന്നെ KVS ഹരിദാസ്, CPM നേതാവ് റഹീം, BRM ഷഫീർ, കോൺഗ്രസ് നേതാവും ചർച്ചയിൽ പങ്കുചേരും. ചർച്ചയിലേക്ക് പോകുമ്പോൾ ശ്രീ ഷഫീർ, ഇന്ന് പുനഃസംഘടനയ്ക്ക് പച്ചക്കൊടി പൂർണ്ണമായും ഒരുപക്ഷെ ലഭിക്കുന്ന ഒരു ഘട്ടം, ഇനി സംഘടനയെ ശുദ്ധീകരിക്കുക, അവിടെ അങ്ങനെ ഒരു പ്രക്രിയയിലേക്ക് കടക്കുമ്പോൾ സുധീരൻ്റെ പ്രസ്താവന ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഗ്രൂപ്പില്ലാതെ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ അതിപ്രസരം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടന. അങ്ങനെയെങ്കിൽ കണ്ടുമടുത്ത മുഖങ്ങൾ, ജംബോ കമ്മിറ്റി, യുവ പ്രാതിനിധ്യം ഇല്ലായ്മ, ഇതൊക്കെ മാറി ഒരു പുതിയ മുഖം വരുമോ? എന്താണ് ഒരു പക്ഷേ ഇന്ന് സുധീരന് മുഖത്ത് ഈ കണ്ട ആത്മവിശ്വാസത്തിലൂടെ വായിച്ചെടുക്കേണ്ടത്? ബഹുമാനായ KPCC പ്രസിഡന്റ് ഡൽഹി സന്ദർശനം ഇന്ന് പൂർത്തിയാവുക ഏകദേശം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, മാധ്യമങ്ങളിൽ വല്ലാതെ പറഞ്ഞല്ലോ, VM സുധീരനെ മാറ്റുന്നു, KPCCയുടെ നേതൃതലത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കും, പുതിയ ആളുകൾ കടന്നു വരും, കോൺഗ്രസിൽ കൂട്ടക്കുഴപ്പവും കൂട്ടക്കലാപവുമാണ്, നേതാക്കന്മാർ തമ്മിൽ ഒരു തരത്തിലുള്ള ഐക്യവുമില്ല എന്നൊക്കെയാണല്ലോ മാധ്യമങ്ങൾ വല്ലാതെ പെരുപ്പിച്ച് കാണിച്ചത്. പക്ഷേ ഡൽഹിയിൽ ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി സോണിയാഗാന്ധിയും കോൺഗ്രസ് ഹൈക്കമാൻഡും വിളിച്ച യോഗത്തിൽ കേരളത്തിലെ 3 നേതാക്കന്മാരും പങ്കെടുത്തു. ഇവിടുത്തെ മുഴുവൻ പ്രശ്നങ്ങളും അവർ വ്യക്തിപരമായി ചർച്ച ചെയ്തു. പാർട്ടിയുടെ ക്ഷീണങ്ങളുണ്ടായ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു. പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ പോരായ്മകളെ സംബന്ധിച്ച് പറഞ്ഞു. പാർട്ടിയുടെ സംഘടനാ തലത്തിലുള്ള മെഷീനറികളിലെ പോരായ്മകളെ സംബന്ധിച്ച് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവർ കൃത്യമായി തന്നെ ബഹുമാനായ KPCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ പാർട്ടിയുടെ അടി മുതൽ മുടി വരെ, ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ പുനഃക്രമീകരണം എന്നാണ് പറഞ്ഞത്. അടിമുടിയുള്ള പുനഃസംഘടന എന്നല്ല, പുനഃക്രമീകരണം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, കുറേയേറെ ചെറുപ്പക്കാർക്ക് ഇതിനകത്ത് അവസരം കിട്ടേണ്ടതുണ്ട്. യൂത്ത് കോൺഗ്രസ് മുതൽ സംഘടനാ പ്രവർത്തനം നടത്തി വന്ന കുറേ ആളുകളെ, ഇതിനകത്തൊരു 1/3 ആളുകളെങ്കിലും ഇതിനകത്ത് ഷഫിൾ ചെയ്ത് കയറ്റേണ്ടതുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളിൽ നിന്നും മതിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സ്ഥിരമുഖങ്ങളിൽ കുറച്ച് ആളുകളെയെങ്കിലും മാറ്റി പുതിയ ഒരു ഇന്നോവേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കർമ്മ പദ്ധതികളും ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിന്റെ അതിപ്രസരം എന്ന് എടുത്തു പറഞ്ഞതിന്റെ കാര്യം, ഗ്രൂപ്പ് കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാ കാലത്തും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി പ്രജീഷ് അറിയാമല്ലോ, എയും ഐയും തമ്മിൽ വലിയ യുദ്ധങ്ങളൊന്നും ഇവിടെ ഇല്ല. അവർ കേരളത്തെ ഞാൻ മനസ്സിലാക്കുന്നത്, കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിയ ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഗ്രൂപ്പൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഗ്രൂപ്പ് സംഘടനയെ നിർജ്ജീവമാക്കുന്ന തരത്തിലേക്ക് കടന്നു പോകരുത് എന്നുള്ളൊരാശയം രാഹുൽ ഗാന്ധി മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് സന്ദർശനം നടത്തിയപ്പോൾ എല്ലാ നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹം ഈ ചർച്ചയിലും ഇത് ആവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു സംശയവും വേണ്ട, ഗ്രൂപ്പിൻ്റെ മാനദണ്ഡത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു സംഘടനാ തലത്തിൽ ഈ കോൺഗ്രസ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ഒരു ഉറപ്പ്
സുധീറിന് ഹൈക്കമാൻഡിൽ നിന്നും ലഭിച്ചു. കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷ കാണുന്നവർക്ക് അറിയാമല്ലോ, അദ്ദേഹം വളരെ പ്രസന്നവദനായിട്ടാണല്ലോ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്ത് ഗ്രൂപ്പിന്റെ മാനദണ്ഡത്തിന്റെ പേരിൽ മാത്രം സ്ഥാനം കിട്ടുന്ന സമീപനങ്ങളിൽ മാറ്റം വരും. അതായത് രാഹുൽ ഗാന്ധി നേരിട്ടിടപെട്ടുകൊണ്ട് ഹൈക്കമാൻഡ് എല്ലാ കാലത്തും കൂടുതൽ സ്ക്രീനിങ്ങുകൾ എല്ലാ തലത്തിലും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, പ്രത്യാശയുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിനും അപ്പുറത്ത് കഴിവുള്ള ചെറുപ്പക്കാർക്കും കഴിവുള്ള വനിതകൾക്കും ഏറെക്കാലമായി പാർലമെന്ററി രംഗത്തും സംഘടനാ രംഗത്തും ഗ്രൂപ്പിൻ്റെ പേരിൽ ഒതുക്കപ്പെട്ടവർ, വഴിമാറ്റപ്പെട്ടവർ, അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും കടന്നു വരാനുള്ള ഒരു വലിയ പാതയൊരുക്കമാണ്. കോൺഗ്രസ് തിരിച്ചു വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ആവശ്യമാകയാൽ എല്ലാവരും അതിനോടൊപ്പം സഹകരിക്കുമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതീക്ഷിക്കുന്നത്. അതാണല്ലോ ഇന്ന് VM ഹരിദാസ്, രാഹുൽ ഗാന്ധി നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. മാത്രവുമല്ല, എന്തായാലും ഗ്രൂപ്പിന്റെ അതിപ്രസരം ഒഴിവാക്കിക്കൊണ്ട് ഇത്തവണ അതിനൊരു സ്ട്രെസ് കൊടുത്തുകൊണ്ട് സുധീരൻ പറയുന്നു. അങ്ങനെയെങ്കിൽ യുവാക്കളെയും സ്ത്രീകളെയും ഒക്കെ തന്നെ പിൻസീറ്റിലിരുത്തി പോകുന്ന തയ്യാറാക്കുന്ന ജംബോ ലിസ്റ്റ്, ഈ ലിസ്റ്റിലൊക്കെ ഒരു മാറ്റം താങ്കളെപ്പോലെയുള്ള മാധ്യമ നിരീക്ഷകൻ കൂടിയായ അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷയെ ഈ VM സുധീരൻ KPCC അധ്യക്ഷനായത് മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ഇനി ഗ്രൂപ്പുകൾക്ക് ഇവിടെ പ്രസക്തിയില്ല എന്ന വാദഗതി. ഇതിപ്പോഴല്ല, ഞാനൊരു 5-8 വർഷം പിന്നാക്കം പോയാൽ രമേശ് ചെന്നിത്തല ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ വന്ന ഒരു കാലഘട്ടം കൂടി നമ്മൾ ഓർക്കുക. അന്ന് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും കൂടി പറഞ്ഞത് ഇതോടുകൂടി ഞങ്ങൾ ഒന്നിച്ച് നീങ്ങാൻ പോവാണ്, ഇനി കോൺഗ്രസ്സിൽ ഗ്രൂപ്പില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. AK ആൻ്റണി ഒരു കാലത്ത് ഗ്രൂപ്പിനെ നയിച്ചിരുന്ന ഒരാളാണ്. പിന്നീട് ആൻ്റണി തന്നെ ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇനി ഗ്രൂപ്പിസം വേണ്ട, ഗ്രൂപ്പുകൾ വേണ്ട എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യത്തിനനുസരിച്ച് അവസരത്തിനൊത്ത് പറയുന്ന ഒരു പ്രസ്താവന മാത്രമാണിത്. ഞാനൊരു കാര്യം മാത്രം ഇപ്പോൾ സൂചിപ്പിക്കാം. സുധീരൻ വന്നതിന് ശേഷം കോൺഗ്രസിൻ്റെ മണ്ഡലം തലത്തിലും ജില്ലാ തലത്തിലുള്ള കമ്മിറ്റികൾ ഉടച്ചു വാർത്തിരുന്നു. കുറേയേറെ കമ്മിറ്റികൾ അയച്ചു പണിതു. അന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഗ്രൂപ്പുകൾക്ക് അതീതമായിരിക്കും പുനഃസംഘടന എന്നാണ്. പക്ഷെ നമ്മൾ കണ്ടത് എന്താ? ആ സമയത്ത് നമ്മൾ കണ്ടത് VM സുധീരൻ്റെ ഒരു പുതിയ ഗ്രൂപ്പ് ഉദയം ചെയ്യുന്നതാണ്. ഇത് ഞാൻ പറയുന്നതല്ല. അതായത് ആദ്യം ഗ്രൂപ്പ് പിന്നീട് പാർട്ടി, ഈ ഒരു വ്യവസ്ഥാപിത കാഴ്ചപ്പാടിൽ നിന്നും പുറത്തേക്ക് വരാൻ കേരളത്തിലെ കോൺഗ്രസിന് കഴിയില്ല. എന്ത് കാട്ടിക്കൂട്ടലുകൾ, എന്ത് പ്രസ്താവനകളോ ഇടപെടലുകളോ വന്നാലും ആ ചട്ടക്കൂടിൽ നിന്ന് അത്ര പെട്ടെന്ന് പുറത്തേക്ക് വരാൻ കഴിയില്ല എന്ന് താങ്കൾ ഉറപ്പിക്കുകയാണ്. അതെ, അത് തന്നെയാണ് പ്രതീക്ഷ. നമ്മുടെ മുമ്പിലുള്ള അനുഭവം, ചരിത്രം അതാണ് കാണിക്കുന്നേ. കാരണം VM സുധീരൻ പോലും സ്വന്തം ആൾക്കാരെ ഈ ലിസ്റ്റിൽ DCC ഭാരവാഹികളായിട്ടും മണ്ഡലം ഭാരവാഹികളായിട്ടും നിയമിച്ചതിനെ തുടർന്നുണ്ടായ കോലാഹലം നമ്മൾ കണ്ടതല്ലേ. വയനാട് DCC പുനഃസംഘടിപ്പിച്ചപ്പോൾ MA ഷാനവാസ് വന്ന് പരസ്യമായിട്ട് അഭിപ്രായ പ്രകടനം നടത്തിയത് നമ്മൾ കണ്ടതല്ലേ. കാസർഗോഡ് പുനഃസംഘടിപ്പിച്ച ഉണ്ടായ വിവാദം നമ്മൾ കണ്ടതല്ലേ. പിന്നീടാണ് ജംബോ കമ്മിറ്റികൾ ഉണ്ടായത്. പല സ്ഥലത്തും 100ഓളം DCC ഭാരവാഹികളുണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല എല്ലാവരുടെയും പേരുകളൊന്നും. സിനിമാ തിയേറ്റർ വിളിക്കണം DCC യോഗം ചേരാനെന്ന് തമാശയായിട്ട് പറയുന്നത് അക്കാലത്ത് നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ ഈ VM സുധീരൻ ഉൾപ്പെടെ സ്വന്തം താല്പര്യക്കാരെ കുത്തിത്തിരിക്കാൻ കിട്ടിയ അവസരമായിട്ട് ഈ പുനഃസംഘടനയെ കണ്ടു എന്നതല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെയും AK ആൻ്റണിയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഡൽഹിയിൽ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് സുധീരൻ അവിടെ നിന്നിട്ട് വാങ്ങിയ ഉറപ്പ് സുധീരൻ്റെ കൂടെ താല്പര്യമുള്ള ഇന്ന് സംഘടനയ്ക്ക് പുറത്ത് നിൽക്കുന്നവരെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും നടക്കുക എന്നാണ്. ഇത് എളുപ്പമായിരിക്കില്ല. നമ്മൾ ഷെഫീറൊക്കെ പറയുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്, അദ്ദേഹത്തിന് അതേ പറയാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഭാരവാഹികളായിട്ട് നിൽക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. കുറേ പേര് MLA-മാരായിരുന്നു, നേതാക്കന്മാർ. അവരിപ്പോൾ MLA സ്ഥാനം കൂടി നഷ്ടപ്പെട്ടു. MLA ആയിരുന്നതുകൊണ്ട് തന്നെ പാർട്ടി ഭാരവാഹിത്വം ഒഴിഞ്ഞ അനവധി പേരുണ്ട്, നമ്മുടെ വാഴക്കനെയും വിഷ്ണുനാഥിനെയും ഒക്കെ പോലുള്ളവർ.
അവരൊക്കെ തന്നെ എവിടെയെങ്കിലും ഒരു സംഘടനാ ചട്ടക്കൂടിനകത്ത് വന്നില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കോൺഗ്രസിന് നിലനിൽക്കാൻ കഴിയുമോ? ഇവരുടെയൊക്കെ സമ്മർദ്ദം എന്തായിരിക്കും? ഇവരൊക്കെ എടുക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും? ഇതൊക്കെ കോൺഗ്രസിനകത്ത് ഈ പുതിയ പുനഃസംഘടന വരുമ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് നമ്മൾ പറയാറില്ലേ? ഇത് വലിയൊരു കോലാഹലത്തിലേക്കോ കലാപത്തിലേക്കോ നീങ്ങുക എന്നാണ് ഞാൻ കരുതുന്നത്. അതിനപ്പുറം ചിന്തിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അവരോട് നമുക്ക് ബെസ്റ്റ് വിഷസ് പറയാനേ കഴിയുള്ളൂ ഈ സമയത്ത്. യെസ്, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ റഹീം, ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമാണെങ്കിൽ കൂടിയും അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ അടിയൊഴുക്കുകൾ പ്രസക്തമാകുന്നതാണ്. കാരണം ഒരു തിരഞ്ഞെടുപ്പ്, അതിൽ വന്ന ഏറ്റവും വലിയൊരു പതനം മാത്രവുമല്ല, മറ്റൊരു സ്പേസ്, കോൺഗ്രസിൻ്റെ സ്പേസ് കൂടി മറ്റൊരു സംഘടന BJP എന്ന സംഘടന ഇവിടെ ഇന്ന് ഒരുപക്ഷെ ഉറപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഘട്ടം. ഈ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അതായിരിക്കണം ഒരുപക്ഷെ ആത്യന്തികമായി പൊതുവെ രാഷ്ട്രീയ കക്ഷികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ദേശീയ തലത്തിലടക്കം വന്ന ഒരു അന്തഛിദ്രമടക്കം അത് ഒരുപക്ഷെ സംസ്ഥാനത്തിലേക്കൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ യഥാർത്ഥ കാരണങ്ങൾ പഠിച്ചുകൊണ്ടാണോ, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ തോൽവിയടക്കം പഠിച്ചുകൊണ്ടാണോ കോൺഗ്രസ് ഇന്ന് മുന്നോട്ട് പോകുന്നത്? ഈ പുനഃസംഘടന പോലും, അതിൽ നിശ്ചയിക്കപ്പെടുന്ന മാനദണ്ഡങ്ങൾ, അതിൻ്റെ നടപ്പാക്കുന്ന രീതി പോലും വ്യക്തമായ ഒരു തലത്തിൽ ഇവർക്ക് നടപ്പാക്കാൻ കഴിയുമോ? യഥാർത്ഥ കാരണങ്ങൾ തോൽവിയുടെ പരിശോധിച്ച ശേഷമാണോ അടിമുടി ഈ ഒരു മാറ്റത്തിലേക്ക് എന്ന തരത്തിൽ മുന്നോട്ട് പോകുന്നത്? പ്രജീഷ, ഇത് ചരിത്രത്തിൽ നോക്കിയാൽ കാണാനാകും. ഇന്ത്യ എന്നാൽ കോൺഗ്രസ് എന്നാൽ ഇന്ദിര എന്നെല്ലാമുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കോൺഗ്രസ് അതിനുശേഷം തകർച്ച ആരംഭിച്ചതിന് ശേഷം എന്നെങ്കിലും ഒരിക്കൽ പാഠം പഠിച്ചിട്ടുണ്ടോ? പാഠം പഠിച്ച് തിരുത്തിയിട്ടുണ്ടോ? ഇത് ശ്രീ KPCC പ്രസിഡന്റ് VM സുധീരൻ്റെ വാക്കുകൾ, അതിനെ പരാമർശിച്ചുകൊണ്ട് ശ്രീ ഷഫീർ പറഞ്ഞ കാര്യങ്ങൾ, എന്താണ് അവർ റെക്ടിഫിക്കേഷന് വേണ്ടി എടുക്കുന്ന നിലപാട്? മുഖങ്ങൾ മാറ്റും, സ്വാഭാവികമായും പുതിയ ആളുകൾക്ക് അവസരം നൽകും, ഗ്രൂപ്പിൻ്റെ പേരിൽ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ, ഇതെല്ലാമാണ് പറയുന്നത്. ബേസിക്കലി എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ജനങ്ങൾ തഴയുന്നത്? ഇതിനൊരു കാരണമില്ലേ? നിങ്ങളുടെ ഈ ഇൻറ്റേർണൽ ഫൈറ്റോ ഈ ചക്കളത്തിൽ പോരാട്ടമോ അല്ല ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. നിങ്ങളുടെ സാമ്പത്തിക നയമെന്ത്? നിങ്ങളുടെ നയം ഈ രാജ്യത്തെ പട്ടിണിയും അസമത്വവും ഉണ്ടാക്കുന്നു, വിലക്കയറ്റം രൂക്ഷമാക്കുന്നു. അതാണ് ജനങ്ങളെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നത് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ പതനം ആ സാമ്പത്തിക നയങ്ങൾക്കെതിരായ തിരിച്ചടിയല്ലേ? എന്തുകൊണ്ടാണ് നയം തിരുത്താൻ തയ്യാറാകുന്നില്ല? 1. 2, കോൺഗ്രസിന് ഗ്രസിച്ചിരിക്കുന്ന ഭീകരമായ അഴിമതി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഴിമതി പാർട്ടിയായി ഇന്ന് കോൺഗ്രസ് മാറിയിരിക്കുന്നു. അഴിമതിക്കെതിരെ നിങ്ങളുടെ നിലപാട്, ഇതിൽ എന്താ നിങ്ങളുടെ നിലപാട്? 3ാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ പ്രജീഷ് തന്നെ ചോദിച്ചൊരു കാര്യമുണ്ട്, കോൺഗ്രസിൻ്റെ നിലനിൽപ്പ്. കോൺഗ്രസ് തകരുമ്പോൾ അതൊരു സെക്കുലർ ഫോഴ്സിനെ അസ്വസ്ഥപ്പെടുത്തില്ല എന്ന്. തീർച്ചയായുമാണ്. എന്തുകൊണ്ട്? കോൺഗ്രസ്സിന് മറ്റെല്ലാ പ്രശ്നങ്ങളുമുണ്ട്. നെഹ്റുവിയൻ കാലഘട്ടം മുതൽ കോൺഗ്രസ്സിന് ഒരു മതേതര മുഖമുണ്ടായിരുന്നു. ആ സെക്കുലർ ഫേസ് രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ ഇങ്ങോട്ട്, ഷബാനു ബീഗം കേസ് മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഘട്ടവും താഴ്ന്നില്ലാതാകുന്നത് കാണാനാകും. നിങ്ങളുടെ മതേതരത്വത്തോടുള്ള നിങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം, വർഗീയതയ്ക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ പറയുന്ന ഘടകങ്ങൾ ആണ് അടിസ്ഥാനപരമായി കോൺഗ്രസിൻ്റെ തകർച്ചയിലേക്ക് നയിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോഴും റെക്ടിഫിക്കേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മുഖം കാതലായ കാര്യങ്ങളും തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല. അസുഖം അറിയുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിലെയും പരാജയം ഈ അസുഖത്തെക്കുറിച്ച് കൃത്യമായിട്ട് സർജറി നടത്തണം, പക്ഷേ നടത്തേണ്ട സ്ഥലത്തിന് പകരം വയർലെസ് സർജറി, ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. രണ്ട് ഇനി ഗ്രൂപ്പ് പ്രശ്നത്തിലേക്ക് വന്നാൽ ഷഫീർ പറഞ്ഞ ചില കാര്യങ്ങളോട് പ്രതികരിക്കേണ്ടതുണ്ട്. ഷഫീർ പറഞ്ഞൊരു കാര്യത്തിൽ തന്നെ ഞാൻ ആരംഭിക്കുക. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ഒരു 5 വർഷക്കാലം ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല, AI ഒന്നായിരുന്നു. ശ്രീ സജീവനെ പോലുള്ളവർ ഈ ചർച്ചയിൽ പങ്കേറാണ് ഇത് പറയുമെന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഈ കോൺഗ്രസ്, നിങ്ങൾ നോക്കൂ, കോൺഗ്രസിൻ്റെ തകർച്ച സുധീരൻ ഒരു വശത്ത് AI ഒന്നായിരുന്നു. അതായിരുന്നു റിയാലിറ്റി. ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് പോയി. എങ്ങനെ Aയും Iയും ഒരുമിച്ച് പോയി. അതാണ് ഷഫീർ പറഞ്ഞത്, കഴിഞ്ഞ 5 വർഷം ഒരു എതിർപ്പുമില്ലാതെ കോൺഗ്രസിനകത്ത് ഭരണം നയിക്കാൻ കഴിയുന്നുള്ളത്. നിങ്ങൾ നോക്കൂ, DIC ഉണ്ടായതിന് ശേഷം ഇങ്ങോട്ട്, അതായത് മുരളീധരൻ നിന്ന ഒരു തിരുത്തൽ ശക്തിയായിരുന്ന മുരളീധരൻ വിട്ടുപോയതിന് ശേഷം പിന്നെ ഇവിടെ സുധീരനായിരുന്നില്ല പ്രധാനപ്പെട്ട ഫോഴ്സ് എന്ന് പറയുന്നത്. ഒന്ന് ഉമ്മൻചാണ്ടിയും മറ്റൊന്ന് രമേശുമായിരുന്നു. ഇവർ രണ്ടുപേരാണ് കോൺഗ്രസിൻ്റെ എല്ലാം. നിങ്ങൾ നോക്കൂ, ഇങ്ങറ്റം വരെയും കോൺഗ്രസിൻ്റെ ഭരണത്തിലായാലും പാർട്ടിയിലായാലും നയിച്ചത് ഈ രണ്ടുപേരാണ്. ഇതിലെ തകർച്ച, കോൺഗ്രസിൻ്റെ കേരളത്തിലെ തകർച്ചയെക്കുറിച്ചൊരു പ്രശ്നം ഉന്നയിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ രണ്ടുപേരും ഉത്തരവാദികളാണ്. ഇവരുടെ കയ്യിലായിരുന്നല്ലോ പാർട്ടി. സുധീരൻ വരുന്നത് എപ്പോഴാണ്? ഈ അടുത്ത കാലത്ത്. ഇനി സുധീരൻ വന്നതിന് ശേഷം ഹൈക്കമാൻഡിന് സുധീരനെ വിശ്വസിലെടുക്കാൻ കഴിഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിൽ സജീവനെ പോലുള്ള മാധ്യമപ്രവർത്തകർ പ്രതികരിക്കുമെന്ന് ഞാൻ പറഞ്ഞത് അവിടെയാണ്.
അദ്ദേഹത്തിൻ്റെ എല്ലാം മാധ്യമ റിപ്പോർട്ടിംഗ് അനുഭവത്തിൽ എന്തെങ്കിലും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു PCC പ്രസിഡന്റിനെ വാക്ക് ലംഘിച്ചുകൊണ്ട് AICCക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ സുധീരനെ പൂർണ്ണമായി തള്ളിക്കളയാണ് ചെയ്തത്. അതായത് രത്നച്ചുരുക്കം, ഈ വീതം വയ്പ് അല്ലാതെ ഗ്രൂപ്പ് മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെയുള്ള ഒരു പുനഃസംഘടന സാധ്യമല്ല കോൺഗ്രസിൽ. ഇല്ല, സാധ്യമല്ല. അതിപ്രസരം പോലും തടയാൻ കഴിയില്ല. കാരണം ഹൈക്കമാൻഡിന് ശക്തി. അതായത് ഇനിയും ജംബോ കമ്മിറ്റികൾ ഉണ്ടാകും. യുവാക്കളോ 50%, യുവ നേതൃത്വം ആവശ്യപ്പെടുന്ന 50%, അതില്ലെങ്കിൽ കൂടിയും അതിന്റെ ഒരു അടുത്തെങ്കിലും വരുന്ന രീതിയിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അത് പൊതുവിലൊരു രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാം അങ്ങനെ കോൺഗ്രസിനകത്ത് മുഖം മാറുമോ എന്ന് ഞങ്ങൾ നോക്കുന്നുണ്ട്. ശ്രീ ഷഫീറിനെ പോലെയെല്ലാം അതിനകത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം സ്വാഭാവികമായും ആഗ്രഹിക്കുകയും അത്തരമൊരു മാറ്റത്തിന് വേണ്ടി അതിനകത്ത് വാദമുയർത്തുകയും ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കോൺഗ്രസിൽ സംഭവ്യമല്ലത്. എങ്ങനെ സംഭവിക്കും? കോൺഗ്രസ് ഇന്ന് ഹൈജാക്ക് ചെയ്യപ്പെട്ടു. ഇവർ ജനാധിപത്യം പറയുമെങ്കിലും കോൺഗ്രസിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ ആർക്കായിരുന്നു സ്വാധീനം? സാധാരണക്കാരെ എത്രയോ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഞങ്ങളുടെ എല്ലാം സമകാലീന ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് ചെന്നാൽ മന്ത്രിമന്ദിരത്തിലോ മുഖ്യമന്ത്രിയുടെ മുമ്പിലോ ഉണ്ടായിരുന്നതിനേക്കാൾ സ്വാതന്ത്ര്യവും സൗകര്യവും എങ്ങനെയാണ് ഇവിടുത്തെ ഈ പറയുന്ന പല ബ്രോക്കർമാർക്കും ഉണ്ടായത്? സരിത ഉൾപ്പെടെ ഞാൻ അതിലേക്ക് ഇടനിലക്കാർ, ഭരണത്തെ ദുരുപയോഗം ചെയ്യുന്നവർ, ഇത്തരത്തിലുള്ള ഒരു അത്തരം യഥാർത്ഥ പരാജയ കാരണങ്ങളൊന്നും രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല, ചർച്ച ചെയ്യപ്പെട്ടില്ല. ശ്രീ സജീവൻ, ആർജവമുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള യുവനിര, അത് വലിയ കോൺഗ്രസ്സിൽ ഇപ്പോൾ ഒരു വിഭാഗമുണ്ട്. ഒരു പക്ഷേ തല നരച്ച ആളുകളുടെയൊക്കെ തന്നെ പ്രവർത്തനം കണ്ട് അരക്ഷിതാവസ്ഥയിലേക്ക് മാറി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഒരു ഗ്രൂപ്പിൻ്റെയും അല്ലാതെ ഇടം മാറി നിൽക്കുന്ന ആളുകൾ, വനിതാ പ്രാതിനിധ്യമുണ്ട്. ഇതൊക്കെ ഇന്ന് സുധീരൻ പറഞ്ഞതിൻ്റെ മുന്നോട്ട് വെച്ച ആത്മവിശ്വാസം അനുസരിച്ചാണെങ്കിൽ പുനഃസംഘടനയിൽ ഇവർക്കൊക്കെ പ്രാതിനിധ്യം ലഭിക്കണം. മാത്രമല്ല, എക്കാലവും കേൾക്കുന്ന ആ ഒരു ജംബോ ലിസ്റ്റ്, ആ പട്ടിക ഒരുപക്ഷെ പകുതിയോളമെങ്കിലും ആക്കണം. ഇതൊക്കെ സാധ്യമാകുമോ? ഈ ഗ്രൂപ്പ് മാനദണ്ഡങ്ങളോ ഈ ഗ്രൂപ്പ് മാനേജർമാരുടെ ഒക്കെ സമ്മർദ്ദമില്ലാതെ ഒരു പുനഃസംഘടന കേരളത്തിലെ സാഹചര്യത്തിൽ, കോൺഗ്രസിന്റെ സാഹചര്യത്തിൽ സാധ്യമാകുമോ ശ്രീ സജീവൻ? എളുപ്പമല്ല, അത് ആദ്യമേ തന്നെ പറയട്ടെ. വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോൾ 2 ഗ്രൂപ്പുകളാണ് ഇവിടുത്തെ ഏറ്റവും ശക്തമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും. ഇപ്പം KPCC പ്രസിഡന്റ് എന്ന രീതിയിൽ സുധീരനുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ നയങ്ങളോടും അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടും യോജിച്ചു പോകുന്ന, അതിൽ താല്പര്യമുള്ള കുറേ പ്രവർത്തകരും നേതാക്കന്മാരും ഉണ്ടെങ്കിൽ പോലും ഈ മൊത്തമായിട്ട് പാർട്ടിയെ അടക്കി ഭരിക്കുന്നത് 2 ഗ്രൂപ്പുകളാണ്, 2 ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാരാണ്. അവർ തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ 2 പേരും വാളെടുക്കാതിരിക്കുമ്പോൾ അവിടെ പ്രശ്നമുണ്ടാവില്ല. ഗ്രൂപ്പ് പ്രശ്നങ്ങളില്ലാത്തൊരു കാലമെന്ന് പറയുന്നത് ഈ ഗ്രൂപ്പുകൾ പരസ്പരം ഒത്തുതീർപ്പോട് കൂടിയിട്ട് പോകുന്നു. ഒന്നുകിൽ പാർട്ടിയുടെ സ്ഥാനം, പാർട്ടിയുടെ ചുമതല മുഴുവൻ, ചുക്കാൻ മുഴുവൻ ഒരു ഗ്രൂപ്പിന്, പാർലമെൻ്ററി പാർട്ടിയുടെ മറ്റൊരു ഗ്രൂപ്പിന്, പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും പാർലമെൻ്ററി പാർട്ടിയുടെ ചുമതല മറ്റൊരു ഗ്രൂപ്പിന്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും. അതിനൊരു അട്ടിമറി വരുമ്പോഴാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടായത്. ഇപ്പോഴതല്ല. ഇപ്പോൾ സുധീരൻ എന്ന ഒരു മൂന്നാമത്തെ ഒരു നേതൃത്വം കൂടി, ഒരു കേന്ദ്രം കൂടി ഉണ്ടായിരിക്കുന്നു. ആ കേന്ദ്രത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന കുറേ പേരുണ്ട്. അത് പല ഗ്രൂപ്പുകളിൽ നിന്നുള്ള ആളുകൾ അവിടേക്ക് മാറുന്നു. അത് ഗ്രൂപ്പായിട്ട് മാറുന്നു ഇല്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം. സുധീരൻ അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതൊരു ഗ്രൂപ്പായിട്ട് മാറാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പില്ലാത്തവരുടെ ഗ്രൂപ്പായിട്ട് നിൽക്കാം. ഇത് പക്ഷേ ഇതൊന്നുമല്ല പ്രശ്നം. ഇവിടെ ഇത് വെച്ചുകൊണ്ട് ഇപ്പോഴിത് സുധീരനെ ഒരു ഒറ്റയ്ക്ക് വിടുന്ന ഒരവസ്ഥ, സുധീരൻ വിചാരിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഈ A ഗ്രൂപ്പുകാരോ I ഗ്രൂപ്പുകാരോ തയ്യാറാവില്ല എന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് അസനും ഈ സുധാകരനും ഒക്കെ പറഞ്ഞ കാര്യം വെച്ച് നമുക്കറിയാം. സുധീരനാണ് മാറേണ്ടത് എന്ന് പറയും. പക്ഷേ ഇവിടെ നടക്കുന്ന ഈ 1 ദിവസത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിലും 2 ദിവസത്തെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് യോഗത്തിലും അതിനുശേഷം നടന്ന പുറത്ത് നടന്നിട്ടുള്ള വാദകോലാഹലങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാതെ രാഹുൽ ഗാന്ധി മറ്റൊരു നിലപാടെടുത്തു. അദ്ദേഹം പല ആളുകളുമായിട്ടും ചർച്ച നടത്തി. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ സ്ഥിരമായിട്ട് ചെല്ലുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയൊക്കെ പരാതിപ്പെട്ടിയുമായി ചെല്ലുന്ന ആളുകളോടുള്ള സംസാരമല്ല ഞാൻ പറഞ്ഞത്. അതല്ലാത്ത രീതിയിൽ നിഷ്പക്ഷമായിട്ട് ഇക്കാര്യങ്ങൾ കാണുന്ന ആളുകളുടെ അടുത്തു നിന്ന് വരെയുള്ള അഭിപ്രായങ്ങൾ ഇത്തവണ ചോദിച്ചു. കാരണം ദേശീയ തലത്തിലും മിക്ക സംസ്ഥാന തലത്തിലും വളരെ ദയനീയമായൊരു അവസ്ഥയിലാണ് കോൺഗ്രസ്. ഇനി അങ്ങനെ പോയിട്ട് കാര്യമില്ല. നേരത്തെ റഹീം പറഞ്ഞ പോലെ ഇതിൽ ഈ തെരഞ്ഞെടുപ്പിൽ സുധീരൻ വെച്ച നിർദ്ദേശങ്ങൾ, കളങ്കിതരായിട്ടുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം മറികടന്നുകൊണ്ട് അതൊന്നും പരിഗണിക്കാൻ സോണിയാഗാന്ധി കഴിഞ്ഞിരുന്നില്ല. അവിടെ പോലും
ഒരു ചെറിയ ക്ഷതമേൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി തൃക്കാക്കരയിൽ നടത്തി. അത് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ പരാജയം ഏറ്റുവാങ്ങിയതിൻ്റെ ഉത്തരവാദിത്വം ഈ ഗ്രൂപ്പ് മാനേജർമാർക്കാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരു നടപടിയിലേക്ക് പോകും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മുകുൾ വാസ്നിക് ഇന്നലെ ഇവിടെ ഡൽഹിയിൽ വെച്ച് നടത്തിയുള്ള മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യങ്ങൾ. രണ്ട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ തല മാറില്ല, അതായത് KPCC പ്രസിഡന്റിനെ തൽക്കാലം മാറ്റില്ല, സ്ഥിരമായിട്ട് മാറ്റില്ല എന്നല്ല പറഞ്ഞ് തൽക്കാലം മാറ്റില്ല. രണ്ടാമത്തെ കാര്യം, യുവ നേതാക്കൾക്ക് പരമാവധി പരിഗണന കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പുനഃസംഘടന ഉണ്ടാകും. അത് എല്ലാ ആളുകളും 10-50 പേരെ വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങൾ സംസാരിച്ച് നടപ്പാക്കും. ഇതൊന്നും ഇവരുടെ ഈ വരുന്ന 50 പേരുടെ അഭിപ്രായം ചോദിച്ചിട്ട് അവരുടെ ഒരു നറുക്കിട്ടെടുത്തിട്ട് തീരുമാനിക്കുകയല്ല ചെയ്യുക. അത് സ്വാഭാവികമായിട്ട് രാഹുൽ ഗാന്ധി ഉണ്ടാക്കുന്ന ഒരു പട്ടിക, ആ പട്ടിക സുധീരൻ്റെ പട്ടികയാവില്ല. ഈ പറയുന്ന ജംബോ കമ്മിറ്റിയൊക്കെ വന്നിട്ടുള്ളത് നേരത്തെ A ഗ്രൂപ്പ് കൊടുത്ത ലിസ്റ്റ്, I ഗ്രൂപ്പ് കൊടുത്ത ലിസ്റ്റ്, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സുധീരൻ മറ്റു കുറച്ച് ആളുകൾ ലിസ്റ്റ് കൂടി വെച്ചപ്പോൾ ഉണ്ടായ ഒരു ജംബോ കമ്മിറ്റി. ഇനി രാഹുൽ ഗാന്ധിയുടെ പട്ടികയാണ് വരിക. ആ പട്ടിക വരുമ്പോൾ ഇവരിത് അംഗീകരിച്ച് മറ്റെന്ത് പോംവഴിയാണുള്ളത്? ഈ അധികാരവും ഇല്ല, ഇവരൊക്കെ വേറൊരു പാർട്ടി രൂപീകരിച്ച് പോകുമെന്നാണോ? അത് സാധ്യമല്ല. പരമാവധി അതായത് ശ്രീ സജീവൻ, വ്യക്തമായ മോണിറ്ററിംഗ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതായത് ഇക്കാലം അത്രയുമുള്ള തിരിച്ചറിവിന്റെ ഭാഗമായി ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ് അപ്രസക്തമാകുന്നു, വ്യക്തമായ ഇടപെടൽ തിരഞ്ഞെടുപ്പിൽ പോലും നടത്താൻ കഴിയാതിരുന്ന ഹൈക്കമാൻഡിന് ഒരു ബുദ്ധി തെളിയുന്നു, നേർവഴി തെളിയുന്നു. അങ്ങനെ ഒരു ഇടപെടൽ മോണിറ്ററിംഗ് എന്തായാലും ഇത്തവണ ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാവുന്നില്ല, ഉണ്ടായി എന്നാണ് എനിക്ക് കിട്ടിയിടത്തോളം വിവരം വെച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ കോൺഗ്രസ്സുകാരുടെ അഭിപ്രായം ചോദിച്ചിട്ടല്ല, പുറമേ നിന്നുള്ള ആളുകളുടെ, നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ നോക്കുന്ന ആളുകളുടെ അടുത്ത് വരെ രാഹുൽ ഗാന്ധി അഭിപ്രായം. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. LDF വളരെ ശക്തമാണ്. കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിക്കുന്നൊരു കാര്യമുണ്ട്. പിണറായി വിജയനെ പോലെ ശക്തനായ സുധാകരൻ പറഞ്ഞില്ലേ, പിണറായി വിജയനെ പോലെ ശക്തനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊന്നും ആയാൽ പോരാ, കുറെ വൈബ്രൻ്റ് ആവണം എന്നൊക്കെ പറഞ്ഞില്ലേ. ഈ വൈബ്രൻ്റ് ആവാൻ പറ്റുന്ന ഒക്കെ പറയുന്നതിനാണ് സുധാകരൻ പറഞ്ഞ വേറെ താല്പര്യത്തിൽ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ LDF ശക്തമാണ്. വളരെ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, പ്രൊഫഷണലായിട്ട് LDF പ്രവർത്തിച്ചു. അതിനേക്കാൾ പ്രൊഫഷണലായിട്ടാണ് BJPയുടെ പ്രവർത്തനം. ഇതിനിടയിൽ ഈ രണ്ട് ബസ്സുകൾക്കിടയിൽ പെട്ടുപോകുന്ന കാറിൻ്റെ ഒരു ചിത്രം പോലെയാണ് ഈ കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉണ്ടാവില്ല, ഇവിടെയുള്ള ഗ്രൂപ്പ് മാനേജർമാരുണ്ടാവില്ല, ആരും ഉണ്ടാവാത്തൊരവസ്ഥ വരും. അത് തിരിച്ചറിയാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു, ഇവിടെയുള്ള ആളുകൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതായത് ഇന്ദിരാഭവന്റെ കീഴിലെ മണ്ണൊലിച്ച് മാരാർജി ഭവനിലേക്ക് പോകുന്ന കാര്യം നിങ്ങളുടെ നേതാക്കൾക്ക് മനസ്സിലാക്കിയില്ലെങ്കിലും ഏകദേശം അതിന്റെ തിരിച്ചറിവ് പല സംസ്ഥാനങ്ങളിലെ ഈ തിരിച്ചറിവ് എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ലത് തന്നെ. പക്ഷേ എങ്ങനെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമടക്കം പ്രസ്താവന നടത്തിയ KPCCയുടെ വൈസ് പ്രസിഡന്റ് MM ഹസനുണ്ട്, മുതിർന്ന നേതാവ് I ഗ്രൂപ്പിൻ്റെ നേതാവ് സുധാകരനടക്കം പല വഴിക്ക് നിൽക്കുന്നു. എങ്ങനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകും ശ്രീ ഷഫീർ? ചോദ്യം ഇപ്പോഴും ഇതിൻ്റെ പരാജയത്തിൻ്റെ കാരണങ്ങൾ തിരയാനോ സതുദ്ദേശത്തോടുകൂടി പ്രസ്താവന നടത്താനോ കഴിയാത്ത നേതാക്കളുള്ള ഈ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചൊന്നും എനിക്ക് തർക്കമില്ല, ഞാൻ അതിനൊന്നും മറികടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവിടെ ശ്രീ റഹീമും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റഹീമും അതുപോലെ തന്നെ ശ്രീ KVS ഹരിദാസ് സാറും ഒക്കെ വളരെ വികാരഭരിതമായിട്ടാണ് കോൺഗ്രസിൽ ശ്രീ VM-നെ ഒതുക്കിയെന്നും മറ്റുള്ളവരെയൊക്കെ ഒതുക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാതെ പറയുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, KVS ഹരിദാസ് സാറ് വളരെ സാത്വികനായ ഒരു RSSൻ്റെ ഒരു നല്ല നിരീക്ഷകനാണ്. അദ്ദേഹത്തോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ശ്രീ മോഡി കടന്നു വന്നപ്പോൾ നിങ്ങളുടെ ഈ പാർട്ടി ഉണ്ടാക്കാൻ 6 രഥയാത്ര നടത്തി രാജ്യം മുഴുവൻ നടന്ന ശ്രീ LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും മാർഗദർശക മണ്ഡലാക്കി മൂലയ്ക്ക് ഇരുത്തിയതുപോലെ ഞങ്ങളുടെ നേതാക്കന്മാരെ ഇരുത്താൻ ഞങ്ങളിൽ വകുപ്പില്ല. ശ്രീ KVS, ബഹുമാനായ ശ്രീ റഹീമിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ നാട് നീളെ നടന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടാകണം എന്നുള്ള എൻ്റെ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ മത്സരരംഗത്തും പ്രചരണ രംഗത്തും ഇറങ്ങിയത് എന്ന് പറയുകയും അവസാനം കാച്ചിക്കുറുക്കിയ കടലാസ് തുണ്ടിൽ തനിക്ക് ഇന്നത് വേണമെന്ന് എഴുതി കൊടുക്കേണ്ട ഗതികേടുണ്ടാവുകയും ഇതുവരെ കൊടുക്കാതിരിക്കുകയും ചെയ്ത ഫിഡൽ കാസ്ട്രോവായിട്ട് ഒതുക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഇതിനകത്ത് ഒതുക്കാൻ കഴിയില്ല. റഹീം, ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. പിന്നെ ശ്രീ പ്രജീഷിനെ പോലുള്ളവർ ഈ ചർച്ചയിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു സെഗ്മെൻറ്റ് എന്താണെന്നറിയോ? ഈ ചർച്ചയിലൂടെ നിങ്ങൾ കോൺഗ്രസ് തകർന്നു എന്ന് ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു മാധ്യമം ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ
അല്ലെങ്കിൽ ചർച്ച മുന്നോട്ട് പോയാൽ ഇതിന്റെ ആത്യന്തികമായ ഗുണം കിട്ടുന്നത് KVSന്റെ പാർട്ടിക്കാണ്. ഇവിടെ ആത്യന്തികമായ ഗുണം ഈ കാണിച്ച ആ ഒരു യുക്തി, ആ യുക്തി 2 ദിവസത്തെ ക്യാമ്പിൽ, ഞാൻ ഒറ്റ ചോദ്യത്തിൽ 2 ദിവസം നിങ്ങൾ നടത്തിയ ക്യാമ്പ് യോഗത്തിൽ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന യഥാർത്ഥ കാരണം ഒന്ന്, ഇവിടെ മാധ്യമങ്ങളടക്കം പറയുന്ന വർഗീയതയെ ചെറുക്കുന്നതിൽ വീഴ്ച പറ്റി. ആ വീഴ്ചയുടെ കാരണങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? ആത്മാർത്ഥയോടെ പറഞ്ഞു, നിങ്ങളുടെ നേതൃത്വം അവിടെ നടത്തിയ ചർച്ച, നിങ്ങൾ മാധ്യമത്തിലേക്ക് അല്ലെ മാധ്യമപ്രവർത്തകരെ എന്നല്ല പറയേണ്ടത്, നിങ്ങളുടെ യോഗത്തിൽ ഇതിന്റെ യഥാർത്ഥ കാരണം ചർച്ച നടന്നിട്ടുണ്ടോ ഇല്ലയോ? ഈ സംഘടനാ തരത്തിലുള്ള ഈ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു ബിജെപിയുടെ നേതൃത്വത്തിലേക്കാണ് എന്ന തരത്തിലുള്ള എന്ത് ചർച്ചയാണ്? എന്ത് ചർച്ച നടന്നു? എന്ത് ചർച്ച? ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പരാജയം ഇത് പിന്നെ മൊത്തത്തിൽ കോൺഗ്രസ് പാർട്ടി ഇല്ലാതാക്കുന്ന തരത്തിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. അങ്ങനെ നിങ്ങൾ ദേശീയതലത്തിൽ ഒറ്റ കാര്യം, ദേശീയതലത്തിൽ കോൺഗ്രസ് ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള പതനത്തിലേക്ക് പോവുകയാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ? കോൺഗ്രസിന് ചെറിയ ബലഹീനത, എത്ര സംസ്ഥാനങ്ങൾക്ക് നിങ്ങൾക്ക് ഭരണമുണ്ട്? ഹിന്ദി ബെൽറ്റുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിങ്ങൾക്ക് ഭരണമുണ്ട്? ഞാൻ പറയട്ടെ, 6 ചില വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലല്ലാതെ കർണാടക ഒഴിച്ചുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലല്ലാതെ ഭരണമില്ല. 2, 55 വേണ്ടിടത്ത് 11 അംഗങ്ങളില്ലാതെ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഇല്ലാതെ തകർന്ന അവസ്ഥയിലേക്ക് പാർലമെന്റ്. ഇതൊക്കെ പതനമാണ്. ഈ പതനം ഹൈക്കമാൻഡ് ഉൾക്കൊണ്ട സമയത്ത് ഉൾക്കൊണ്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ കേരളത്തിലടക്കം ഒരു ബോധ്യത്തിലേക്ക് ഹൈക്കമാൻഡിനടക്കം വരേണ്ടി വന്നിരിക്കുന്നു. ആ ഇടപെടൽ അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ശരി രജീഷ്, ഞങ്ങൾക്ക് ഈ കോൺഗ്രസ് ആദ്യമായിട്ടാണോ തിരഞ്ഞെടുപ്പിൽ തോക്കുന്നത്? തിരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ ദയനീയമായിട്ട് ഇനി ഒരിക്കലും കോൺഗ്രസ് തിരിച്ചു വരില്ല എന്ന് പ്രവചിച്ചവരുടെ 977 ഞങ്ങൾ പരാജയപ്പെട്ടു. 69 പിളർപ്പ്, ഇതോടുകൂടി കോൺഗ്രസ് നിജലിംഗപ്പയുടെയും കാമരാജിന്റെ നേതൃത്വത്തിൽ ഇതോടുകൂടി തകർന്നു. ഇനി തിരിച്ചു വരില്ല. ആസന്നമായ തെരഞ്ഞെടുപ്പ് UP, പഞ്ചാബ്, ഗുജറാത്ത്. ഈ ഗുജറാത്ത് ദേശീയ നേതൃത്വത്തിന് പോലും പ്രതീക്ഷയില്ല. ഷഫീർ, ഞാൻ പറയട്ടെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമുക്ക് ചെറിയ ദൗർബല്യങ്ങളുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷേ കേരളത്തിലെ സ്ഥിതി റഹീം പറഞ്ഞതുപോലെയൊന്നുമല്ല. വെറും സംഘടനാ തലത്തിലുള്ള മാത്രം ഇതല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 2 തരത്തിലുള്ള അപകടമാണ് പറ്റിയത്. ഒന്ന് സംഘടനാ ദൗർബല്യങ്ങളോട് നിൽക്കട്ടെ. ഒന്ന്, കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഈ തെരഞ്ഞെടുപ്പിൽ വല്ലാതെ താലോലിച്ചു. പറയാൻ കാര്യമുണ്ട്, റഹീം ഇടപെടരുത്. ഒന്ന്, നിങ്ങൾക്കറിയാവുന്നറിയില്ല, ഈ തെരഞ്ഞെടുപ്പിലുടനീളം മുന്നോക്ക സമുദായത്തിലെ നല്ലൊരു ശതമാനം വോട്ട് ബാങ്കിൽ നിന്ന് മാറി ഒരു 50% കൂടുതൽ വോട്ടുകൾ BJPയിലേക്കും കുറേയേറെ വോട്ടുകൾ CPMലേക്കും പോയി. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂലമാക്കാൻ LDFന് കഴിഞ്ഞു. അത് RSS കടന്നു വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പലയിടത്ത് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭരണപക്ഷത്ത് നിന്ന് ഒരുപക്ഷെ പ്രതിപക്ഷത്ത് മാറിയാലും കോൺഗ്രസിന് കുഴപ്പമില്ല. പക്ഷേ ഒരു തവണ കൂടി CPM പരാജയപ്പെട്ടു പോയാൽ, ആ CPM ബംഗാളിൽ പരാജയപ്പെട്ടതുപോലെ വാനിഷ് ചെയ്യപ്പെട്ടാൽ ആ വിടവിലേക്ക് BJP കടന്നു വരും. ഞങ്ങളുടെ ആഗ്രഹം ഒരു ഭാഗത്ത് കോൺഗ്രസും ഒരു ഭാഗത്ത് CPM നിൽക്കണമെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് CPM തകരാതിരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി ഇപ്രാവശ്യം CPMനെ സഹായിച്ചു. ഇത് വളരെ ഉന്നതനായിട്ടുള്ള ഒരു ന്യൂനപക്ഷ വിഭാഗത്തിലെ നേതാവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാ. ഇതേ ടെൻഡൻസിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ തെരഞ്ഞെടുപ്പിലുടനീളം 2 സമുദായിക ധ്രുവീകരണങ്ങൾ UDFനെതിരായിട്ട് വന്നു. ഭരണത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ഇറക്കിയ ചില ഉത്തരവുകൾ അത് ജനങ്ങളുടെ മുമ്പിൽ വല്ലാതെ ചർച്ച ചെയ്യപ്പെടുകയും ആ ചർച്ചകൾ നമുക്കെതിരാവുകയും 27 പരം വരുന്ന ഉത്തരവുകളിലൂടെ കോൺഗ്രസ് ഇതുവരെ കൊണ്ടുവന്ന ഒരു വികസന അജണ്ടയെ മൊത്തത്തിൽ അട്ടിമറിക്കപ്പെടാനും ആ സാധ്യതകളിലേക്ക് കാര്യങ്ങൾ പോയി. ഇത് ഞങ്ങൾ ചർച്ച ചെയ്തു. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തു. 27 ഉത്തരവുകളെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. മദ്യനയത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന BJPയുടെ കടന്നുകയറ്റത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. ഇതുപോലെ പിന്നെ നേതൃത്വങ്ങളിൽ ഉണ്ടായിരിക്കുന്ന അതിശക്തമായിട്ടുള്ള ഈ സംഘടനാ തലത്തിലുള്ള ദൗർബല്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. ഇതൊന്നും ചർച്ച ചെയ്യാതെ വെറുതെ ഗ്രൂപ്പ് രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്യാനാണ്. അതായത് അഴിമതിക്കെതിരെ പറഞ്ഞതൊക്കെ അല്ല വിഷയം. അഴിമതിയോ ഈ വർഗീയതയെ ചെറുക്കുന്നതോ അല്ല വിഷയം. ഈ ആദർശം പറയുന്നതാണ് വിഷയമെന്ന് പറഞ്ഞ നിങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർ, അതെ, ഹസനടക്കം K ബാബു അടക്കം, ഇവരെ കൊണ്ട് എങ്ങനെ ഷഫീർ, എങ്ങനെ ഐക്യത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകും? അവിടെ ആദ്യം തിരുത്തൽ, എന്ത് തിരുത്തലാണ് അക്കാര്യത്തിൽ? ഞാനൊരു കാര്യം പറയാം. കോൺഗ്രസ് പാർട്ടിയിൽ ഏതെങ്കിലും നേതാക്കന്മാർ അഭിപ്രായം പറയരുതെന്ന്, അല്ലെങ്കിൽ പറയുന്നവരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല. അഭിപ്രായം പറയുന്നവരോട് അത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അവരോടൊരു ഡെഡ് ലൈൻ വരച്ചിട്ട് പറഞ്ഞു, ഇനി മുതൽ പരസ്യ പ്രസ്താവനകൾ പാടില്ല. അതിനുശേഷം ഒരാളും പറഞ്ഞില്ലല്ലോ.
കോൺഗ്രസ് പാർട്ടിയിൽ പിന്നീട് ഒരാളും ഒരു ചെറിയ കുട്ടി പോലും ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരായി സംസാരിച്ചില്ലല്ലോ. ശ്രീ KVS ഹരിദാസ്, അവിടെ നേതൃത്വത്തിന് പറ്റിയ ഹൈക്കമാൻഡിന് പറ്റിയ വലിയ പിഴവുണ്ട്. കാരണം വർഗീയതയടക്കം ചെറുക്കുന്നതിൽ അവർക്ക് പറ്റിയ പിഴവുകളുണ്ട്. ദേശീയ തലത്തിൽ BJP പ്രതിരോധിക്കുന്നതിനോ അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലും എടുക്കേണ്ട നിലപാടുകൾ ഇന്നും കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നു പറയുമ്പോൾ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ വലിയ സംസ്ഥാനങ്ങളിലെ അടക്കം ഭരണം പോകുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മോഡി മുന്നോട്ട് വെച്ച ആ ഒരു മുദ്രാവാക്യത്തെ ഏറ്റുവാങ്ങുന്ന തരത്തിലേക്ക് 10 ജൻപതിലെ അടക്കമുള്ള നിലപാടുകൾ പോയി എന്ന്. അത് ആ വലിയൊരു പിഴവ് എന്തായാലും ഇടപെടുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന് സംഭവിച്ചില്ലേ താങ്കളുടെ ആ ഒരു നിരീക്ഷണത്തിൽ? നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇന്നലെ VM സുധീരനും AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ രാഹുൽ ഗാന്ധിയുമായിട്ട് ചർച്ച നടത്തുന്ന സമയത്ത് ഈ കോൺഗ്രസിൻ്റെ 14 MLA-മാരാണ് ഹരിയാനയിൽ ക്രോസ് വോട്ട് ചെയ്തത്. പാർട്ടി നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് തിരിച്ചു വോട്ട് ചെയ്തത്. ഹരിയാനയിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞ് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദയനീയമായിട്ട് തോറ്റ സംസ്ഥാനമാണ്. അവിടെ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി എന്തെല്ലാം ചെയ്തു എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെയാണ് 14 MLA-മാർ അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിക്കെതിരായിട്ട് വോട്ട് ചെയ്തത്. അതേപോലെ തന്നെ കപിൽ സിബലായിരുന്നു UP-യിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച്. അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാരുടെ കണക്കനുസരിച്ച് 29 കോൺഗ്രസ് MLA-മാരുടെയും 8 RLD MLA-മാരുടെയും അടക്കം 37 വോട്ട് കിട്ടണമായിരുന്നു. പക്ഷേ സിബിലിന് കിട്ടിയത് 25 വോട്ടാണ്. അവിടെയും ഏതാണ്ട് 10-12 കോൺഗ്രസ്സുകാരുടെ വോട്ട് ചോർന്നു പോയി. ഞാൻ പറഞ്ഞത് ഇതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ ആ ചിത്രമൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കേരളത്തിലെ സംഘടനയെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. നമ്മൾ ഈ പാർട്ടി എവിടെ അല്ലെ ഞങ്ങളുടെ വോട്ട് ചോർന്നു പോയി എന്ന് കരുതുക. നിങ്ങളുടെ UP-യിൽ ഒരു വോട്ട് പോയി. KVS ഹരിദാസ് സാറേ, ഒരു വോട്ട് നിങ്ങളുടെ UP-യിൽ ചോർന്നു പോരുകയും പോയിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. അപ്പോ തന്റെ പാർട്ടിയുടെ ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ അവസ്ഥ ഇതാണെന്ന് ഷഫീർ ഉൾപ്പെടെ മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മിപ്പിച്ചതാണ്. ഞാൻ വേറെ ആരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഇതാണ് കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ ഇന്ന് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന പ്രശ്നം. അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കോൺഗ്രസിന് കഴിയാതെ വരുന്ന വേളയിൽ ഇപ്പോൾ കേരളത്തിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ നല്ലത് തന്നെ. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. കോൺഗ്രസ് ഇവിടെ ശക്തിപ്പെടട്ടെ, അതിലൊന്നും ഞങ്ങൾക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് എളുപ്പമല്ല, പ്രായോഗികമല്ല എന്ന് പലവട്ടം കോൺഗ്രസ്സുകാർ തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു ലിസ്റ്റുമായിട്ട് വന്ന് കോൺഗ്രസ്സിലെ DCC ബ്ലോക്ക് അതുപോലെ തന്നെ KPCC കമ്മിറ്റികളൊക്കെ പുനഃസംഘടിപ്പിച്ചാൽ ഇവിടെ പുറത്ത് പാടയായിരിക്കും നടക്കുക എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഈ അധികാരം നഷ്ടപ്പെടുന്ന കേന്ദ്രത്തിൽ ഇന്ന് കോൺഗ്രസ്സിന് അധികാരമില്ല, കേരളത്തിൽ അധികാരമില്ല. കേരളത്തിലെ അനവധി മുനിസിപ്പാലിറ്റികൾ പണ്ട് ഭരിച്ചിരുന്നതൊക്കെ കയ്യിൽ നിന്ന് പോയി. അധികാരമില്ലാത്ത കോൺഗ്രസ്സുകാർക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റൂല എന്ന് ഏതൊരാൾക്ക് അറിഞ്ഞുകൂടാത്ത മറ്റ് പാർട്ടികളെ പോലെ അല്ല ഷഫീറിന് അറിയാമല്ലോ അവസ്ഥ. ഞാൻ പറഞ്ഞു വരുന്നത് അത്രമാത്രം പരിതാപകരമായിരിക്കും കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നം എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് എളുപ്പമായില്ല പരിഹരിക്കാൻ, സംശയമൊന്നും. ശ്രീ സജീവൻ, ഇവിടെ ദില്ലിയിലെ ചർച്ചയ്ക്ക് വന്ന നേതാക്കന്മാരിൽ പ്രമുഖനായ നേതാവ് പോലും പറഞ്ഞ എന്താണ്, ഗ്രൂപ്പുകളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത വ്യക്തിയാണ് VM സുധീരൻ. അങ്ങനെ ഗ്രൂപ്പ് ആദ്യം പിന്നീട് പാർട്ടി എന്ന് മനസ്സിൽ ഉറപ്പിച്ച് വരയിടുന്ന നേതാക്കളുള്ള ഈ സംസ്ഥാനത്ത് എങ്ങനെ രാഹുൽ ഗാന്ധി ഒരു പട്ടികയുമായി നേരെ മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ കൊടുത്തയക്കുകയോ ചെയ്താൽ അതേപടി വിഴുങ്ങി കേട്ട് നിൽക്കുന്ന ഒരു നേതൃത്വമാണോ അല്ലെങ്കിൽ പ്രവർത്തകരാണോ ഇവിടെയുള്ളത്? ഈ പറയുന്ന KPCC സെക്രട്ടറിമാരും ജനറൽ സെക്രട്ടറിമാരും DCC അധ്യക്ഷന്മാരും ഒക്കെ അത്ര പെട്ടെന്ന് കാര്യങ്ങൾ സുഗമമാകുമോ ശ്രീ സജീവൻ? അങ്ങനെയുള്ള പ്രവർത്തകരാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണെന്ന് ഞാൻ പറയും. അങ്ങനെയുള്ള നേതാക്കന്മാരാണെന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയും. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ
ഈ ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരാളായിരുന്നല്ലോ. ഇവിടുത്തെ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ കോൺഗ്രസ് എൻ്റേതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ് ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് എന്ന രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു കെ കരുണാകരൻ. ഈ ഗ്രൂപ്പ് പ്രശ്നത്തിൻ്റെ പേരിൽ അദ്ദേഹം ദേശീയ നേതൃത്വത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹവും മകനും ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി, ഒരു വലിയ പാർട്ടി ഉണ്ടാക്കി. എന്നിട്ടെന്തായി? അവസാനം തിരിച്ചു വരാൻ വേണ്ടി ഈ ഓരോ നേതാവിൻ്റെയും കാല് പിടിക്കേണ്ട അവസ്ഥ കരുണാകരനുണ്ടായിരുന്നു. അദ്ദേഹം കയറിയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ മകനെ ഈ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തയ്യാറായിരുന്നില്ല. അത് ഇവിടുത്തെ ഗ്രൂപ്പ് പ്രശ്നത്തിൻ്റെ പേരിലാണ്. സത്യത്തിൽ അതൊരു കടുംപിടുത്തത്തിൻ്റെ രീതിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കരുണാകരന് പോലും മുട്ടുമടക്കിയിട്ട് അവസാനം തിരിച്ചു വരേണ്ട ഒരവസ്ഥയുണ്ടെങ്കിൽ ഇവിടെ എത്ര ഉന്നതനായ നേതാവാണെങ്കിലും ഏത് പാർട്ടിയിലും, ഇപ്പോൾ കോൺഗ്രസ് എന്നല്ല, ഏത് പാർട്ടിയിലും പാർട്ടിക്ക് പുറത്തു പോയ ഒരാൾ, ഉദാഹരണത്തിന് ഈ സുലൈമാൻ സേട്ട്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സുലൈമാൻ സേട്ട് എന്ന് പറയുന്ന ഇത്രയും ഈ ഏറ്റവും ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ അങ്ങേയറ്റം ആളുകൾ ആകർഷിക്കുന്നത്. അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിൽ ലക്ഷങ്ങൾ പങ്കെടുക്കുമായിരുന്നു, അതിൽ തടിച്ചുകൂടുമായിരുന്നു. അങ്ങനെ ഒരു ആളെ പിടിച്ച് പുറത്താക്കിയിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റിയില്ല. ശ്രീ സജീവൻ, നമുക്ക് പറയുമ്പോൾ ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് കാൽക്കീഴിലാക്കി തീരുമാനമെടുത്ത നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഈ പറയുന്ന കരുണാകരനെ വെട്ടിവീഴ്ത്തിയ വലിയ ചാണക്യതന്ത്രങ്ങളൊക്കെയുള്ള ആളുകൾ ഉള്ള സംസ്ഥാനമാണ്. അവരൊക്കെയാണ് ഇങ്ങനെ ലിസ്റ്റുകളുമായി ഇങ്ങനെ ഇഷ്ടക്കാരെ തിരികേറ്റാൻ നിൽക്കുന്നത്. അവരെയൊക്കെ വെട്ടിമാറ്റി ഒരു പട്ടിക അവിടെ നിന്ന് പെട്ടെന്ന് പാസ്സാക്കിയെടുക്കാൻ പറ്റുന്നതാണോ? അതൊക്കെ കൂടി ആ സാഹചര്യം കൂടി ഉൾക്കൊള്ളേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു കരുണാകരൻ ഇവരെക്കാൾ വലിയ ഒരു ഗ്രൂപ്പ് നേതാവും ഇവരെക്കാൾ വലിയ തന്ത്രശാലിയുമായിരുന്നല്ലോ. ആ കരുണാകരൻ ഇതാണ് അനുഭവമെങ്കിൽ പല ആൾക്കും പറ്റും. അപ്പം പാർട്ടിയെ വെല്ലുവിളിച്ചപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, പാർട്ടി ഹൈക്കമാൻഡിന് നട്ടെല്ല് വേണം. ഇത്രയും കാലം നട്ടെല്ല് കാണിക്കാൻ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് കഴിഞ്ഞിരുന്നില്ല. സോണിയാഗാന്ധിക്ക് ഇക്കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഒരു ശ്രമിച്ചു നോക്കിയിട്ട് പോലും സോണിയാഗാന്ധി മുട്ടുമടക്കി നിന്നു ഇവിടുത്തെ കേരളത്തിൻ്റെ പ്രശ്നത്തിൽ. അതുകൊണ്ടാണ് സുധീരന് ലജ്ജിച്ച് തിരിച്ചു വരേണ്ടി വന്നത്. ഈ ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പൊ നട്ടലോട് കൂടി പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത്, ആ നട്ടലില്ലായ്മ സോണിയാഗാന്ധിയോ ആരെങ്കിലും ഒക്കെ തിരഞ്ഞെടുപ്പിന് മുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു തിരിച്ചറിവ് ബോധ്യം രാഹുൽ ഗാന്ധിക്കുണ്ടാവുകയാണെങ്കിൽ കർശനമായ നിർദ്ദേശത്തോടുകൂടി കേരളത്തിൽ, അതായത് ചൂരലുമായി ഇങ്ങനെ വരുന്ന രാഹുൽ ഗാന്ധിയെ മനസ്സിൽ കാണാം. അവിടേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഈ പരിണിതപ്രജ്ഞന്മാരും ഈ ചാണക്യതന്ത്രജ്ഞന്മാരും ഒക്കെ ചില നിലപാടുകളോട് സമരസപ്പെടേണ്ടി വരും. അത് നമുക്ക് അംഗീകരിച്ചുകൂടെ? അങ്ങനെ ചൂരിലെടുത്ത് കൊണ്ടുവരാൻ പറ്റുന്നൊരു ഹെഡ് മാസ്റ്റർ ഇന്ന് ഹൈക്കമാൻഡ്, അങ്ങനെ ഒരു ഹെഡ് മാസ്റ്റർ അല്ല ഇന്ന് ഹൈക്കമാൻഡ് ഇന്ന് എന്താ രോഗഗാത്രമായ ഒരു ശരീരം, അങ്ങനെ കാണേണ്ടത്. രോഗഗ്രസ്തമായി കിടക്കുന്ന ഒരു ശരീരമായാണ് ഇന്ന് ഹൈക്കമാൻഡ് ദുർബലമാണ്, ലോ കമാൻഡാണ്. അതാണ് ഒരു പ്രശ്നം. അങ്ങനെയാണ് ഹൈക്കമാൻഡ് ഇടപെടേണ്ട സ്ഥലങ്ങളിൽ എപ്പോഴും ഈ വീണതിന് ശേഷം, ഇപ്പോൾ കുഴിയിൽ വീണതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നല്ലോ, കുഴിയിൽ വീഴാതെ എത്രയോ തവണ പിടിച്ചു നിർത്താമായിരുന്നു. ഇവിടെ ശ്രീ സജീവനും ഒക്കെ നേരത്തെ സൂചിപ്പിച്ചു, പല ഇവിടുത്തെ മാധ്യമങ്ങൾ വാഴ്ത്തിയത് എന്താ, കെ കരുണാകരനായിരുന്നു ഏറ്റവും വലിയ കിങ് മേക്കർ. കരുണാകരനെയും കവച്ചു വെക്കുന്ന കൗശലക്കാരനായ രാഷ്ട്രീയ നേതാവാണ് ഉമ്മൻചാണ്ടി തന്നെ വരും കാലങ്ങളിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കൊരു പാഠപുസ്തകമായിരിക്കും അദ്ദേഹത്തിൻ്റെ കൗശലങ്ങൾ, തന്ത്രങ്ങൾ. എന്തായി? ഒന്നുമല്ല. മലപ്പുറം കത്തി എന്നൊക്കെ പറഞ്ഞതുപോലെ ഒന്നുമല്ല. അവസാനം പവനായി ശവമാ എന്ന് പറഞ്ഞ പോലെ ജനങ്ങൾ അവസാനം വിധിക്കേണ്ട സമയത്ത് വിധിച്ചു. ഇതാണ് യാഥാർത്ഥ്യം. ഇവിടെ വരുന്ന പ്രശ്നം, കോൺഗ്രസ് ഇപ്പോഴും പാഠം പഠിക്കുന്നില്ല. ശ്രീ ഷഫീർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൗതുകമായി തോന്നിയത്, ഭൂരിപക്ഷ സമൂഹം കോൺഗ്രസ് നോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇത്തവണ ആ സമുദായങ്ങൾ LDF നോട്ട് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഭൂരിപക്ഷ സമുദായം തൊട്ടിവിടെ അപ്പുറത്ത് ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിൽ നിന്ന് വെല്ലുവിളിച്ച് താക്കോൽ സ്ഥാനത്ത് നായർ വേണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നായർ കൊടുത്തു, എങ്കിൽ പിന്നെ എന്തിനാ അവർ മാറ്റി വോട്ട് ചെയ്തേ? അപ്പോൾ യഥാർത്ഥ റിയാലിറ്റി എന്താ? 5ാം മന്ത്രി വിവാദം എന്തായിരുന്നു? കടലാസിൽ അവിടെ നിന്ന് എഴുതി കൊടുത്തു. ഇതിനകത്തൊരു കാര്യം എന്താ അറിയാമോ? ശ്രീ ഷഫീറെ, സത്യസന്ധമായി ഭരണം നടത്തണം. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ ഏതെങ്കിലും ഒരു ജാതിയോടോ പ്രീണനം കാണിക്കാൻ പാടില്ല. അതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വരുമ്പോൾ ഭൂരിപക്ഷത്തിലും ന്യൂനപക്ഷത്തിലുമുള്ള ഒരു സെക്കുലർ ഫോഴ്സ്, സെക്കുലർ വോട്ടുകൾ നിങ്ങളിൽ നിന്ന് മന്യമായി പോകും. ഇതാണ് യാഥാർത്ഥ്യം. ഇതിപ്പോഴും കോൺഗ്രസ് കാണുന്നില്ല. ഇവിടെ നോക്കൂ, പിണറായി മന്ത്രിസഭ അധികാരം ഏറ്റെടുത്തു. എവിടെയെങ്കിലും ഒരിടത്ത് ഒരു തിട്ടൂരം കാത്തു നിന്നോ? എവിടെയെങ്കിലും താക്കോൽ സ്ഥാനത്തിന് വേണ്ടി ആരെങ്കിലും ബാധിച്ചോ? ഞങ്ങൾ പ്രഥമ പരിഗണന കൊടുക്കുമെന്ന് അപ്പോഴും ഇപ്പോഴും പറയുന്നത് എന്താ? എക്കാലവും ഞങ്ങളുടെ 5 വർഷക്കാലം ഒരു മതത്തോടും ഞങ്ങൾ പ്രത്യേക പ്രീണനം കാണിക്കില്ല. അതേസമയം ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും നിവേദനവുമായി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വരാം. അതിൽ കാര്യമുണ്ട് എങ്കിൽ പരിഗണിക്കും.
അവർക്കുള്ള എല്ലാ കാര്യങ്ങളും അത് ഏത് ജാതി സംഘടനയ്ക്കും വരാം. പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങളിൽ നിങ്ങൾക്കിട രാഷ്ട്രീയ വ്യവഹാരങ്ങൾ നിങ്ങൾക്കുള്ളതല്ല. ഇത് വളരെ കൃത്യമായി അകറ്റി നിർത്താൻ കോൺഗ്രസ് കഴിഞ്ഞില്ല. 2, ന്യൂനപക്ഷ സമൂഹം ഞങ്ങളെ വിട്ടുപോയി. പറയുകയാണ് ന്യൂനപക്ഷങ്ങൾ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി തകർന്നു പോയിരിക്കാൻ വേണ്ടി വോട്ട് ചെയ്തതാണ്. എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങൾ നിങ്ങൾ നകന്നുപോയത്? ഞാൻ പറഞ്ഞല്ലോ, ഷബാനുബികം കേസ് മുതൽ ഇങ്ങോട്ടെടുത്താൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ഇവിടെ വളരെ കൃത്യമായ ന്യൂനപക്ഷ പ്രീണനം ഒരു വശത്തും അതേസമയം തന്നെ മൃദു ഹിന്ദുത്വ സമീപനവും എടുത്തു പോയിട്ടുണ്ട്. അത് പാടില്ല. വർഗീയതയോട് വിട്ടുവീഴ്ച. നെഹ്റുവിയൻ യുഗത്തിൽ നിന്ന് സാമ്പത്തിക നയത്തിൽ മാത്രമല്ല, നെഹ്റുവിന്റെ ഇത്തരത്തിലുള്ളൊരു സെക്കുലർ കാഴ്ചപ്പാടുകളിൽ നിന്നും കോൺഗ്രസ് അകന്നുപോയി. ഷഫീർ, അവിടെ സമയം പോകുന്നു. അതുകൊണ്ട് അതായത് ഇത്തരം യാഥാർത്ഥ്യങ്ങളൊന്നും രജിസ്റ്റർ ചെയ്യപ്പെടാതെ അടിമുടി ഒരു മാറ്റത്തിലേക്ക് കിടക്കുന്നു. പക്ഷേ അതുപോലും എത്രത്തോളം സാധ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ഇന്നലെ സുധീരൻ ഇന്ന് ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു സുധീരന്റെ മുഖത്ത് നിന്നും. അതിൽ എന്തായാലും ചിലതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. പക്ഷേ ചില നിർണായക തിരഞ്ഞെടുപ്പ് തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങളൊന്നും പരാമർശിക്കപ്പെടാതെ ചർച്ച ചെയ്യപ്പെടാതെയുള്ള ഈ ഒരു പോക്ക്. അല്ല, ഒരു സംശയം വേണ്ട പ്രതീക്ഷയെ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയെ സംബന്ധിച്ച് നിങ്ങളാരും അവിടെ ഒരു ക്യാമ്പ് എക്സിക്യൂട്ടീവിനകത്ത് നടക്കുന്ന ചർച്ചകളെ സംബന്ധിച്ചും അതിൻ്റെ തീരുമാനങ്ങളും മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഹസൻ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു, നിങ്ങളുടെ മറ്റൊരു നേതാവ് കൂടി എന്താണ് ചർച്ച നടന്നത് എന്ന കാര്യം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച് ഞങ്ങൾ കൂലങ്കശമായി പരിശോധിച്ചു. ഞങ്ങളുടെ സാമുദായിക ധ്രുവീകരണങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പഠിച്ചു. അഴിമതിയുടെ വിഷയങ്ങളെ സംബന്ധിച്ച് വരുന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ അവസാന സമയത്ത് ഉത്തരവുകളെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. അതുപോലെ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ചും ഉണ്ടായിരുന്നതിനെ സംബന്ധിച്ച് വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. ഈ ഗവൺമെൻറ്റിൻ്റെ പോരായ്മകളെയും വിജയങ്ങളെയും സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇതിനൊന്നും അതെല്ലാം ഒരു ക്ലോസ്ഡ് ഡോറിനകത്ത് നടക്കുന്ന ചർച്ചകൾ പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ വേണ്ടത് റിസൾട്ടാണ്. റിസൾട്ട് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാകും? ഒന്ന്, സംഘടനാ തലത്തിലുള്ള ക്രമീകരണങ്ങളിലൂടെ ഉണ്ടാകും. അതിനുള്ള തീരുമാനങ്ങൾ ആയിക്കഴിഞ്ഞു. രണ്ടാമത് ഉണ്ടാവേണ്ടത് നയങ്ങളിലാണ്. ഞങ്ങളുടെ നയങ്ങൾ ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, കേരളത്തിലെ പൊതുസമൂഹത്തിൽ, ഞാൻ പ്രത്യേകിച്ചും എസ്പെഷ്യലി ഹൈന്ദവ സമുദായത്തിലെ 60% കൂടുതൽ ആളുകൾ ഇന്നും സെക്കുലറായി ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 18 സീറ്റുകളുമായിട്ട് ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് സർവേ പ്രവചിച്ചുകൊണ്ട് KVS ഹരിദാസനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി മുന്നോട്ട് പോയപ്പോൾ RSS ഒരു സീറ്റിലേക്ക് ഒതുങ്ങിയെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൻ്റെ മതനിരപേക്ഷത തന്നെയാണ്, മതേതരത്വം തന്നെയാണ്. ആ സമൂഹങ്ങൾ ഉണ്ടായിട്ടുള്ള തിരിച്ചറിവുകൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. റഹീം നേരത്തെ പറഞ്ഞല്ലോ 5ാം മന്ത്രി വിവാദം. ഞാനിപ്പോൾ ഒരു വ്യക്തിപരമായിട്ട് കാര്യം പറയട്ടെ. 5ാം മന്ത്രി വിവാദം മുതൽ തന്നെയാണ് 5ാം മന്ത്രി വിവാദവും അതുപോലെ തന്നെ മന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയുടെ പേരുമാറ്റവും മന്ത്രിമാരുടെ താക്കോൽ സ്ഥാനങ്ങളിൽ നടന്ന ധ്രുവീകരണങ്ങളും ഒക്കെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഭൂരിപക്ഷ സമുദായങ്ങൾ അകലുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഞങ്ങളത് വിലയിരുത്തും, ഞങ്ങളത് പഠിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട്. പിന്നെ ഇവർ പറഞ്ഞതുപോലെ കൺസോൾട്ടേഷൻ്റെ വിഷയങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഇവർ പറയുന്നത് കേട്ടതൊന്നും ഞങ്ങൾക്ക് ഇതിലൊന്നും ബന്ധമില്ല. ഞങ്ങൾ ക്ലിയർ പൊളിറ്റിക്കൽ ഓട്ടമായിട്ട് അധികാരത്തിൽ വന്നതാ. കാന്തപുരം പരസ്യമായിട്ടല്ലേ പ്രതീക്ഷയെ പറഞ്ഞത്? കാന്തപുരം മണ്ണാർക്കാട് ശംസുദ്ദീൻ എൻ്റെ ആളല്ല, അതുകൊണ്ട് തോൽപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ? ഷാജിയെ അവിടെ തോൽപ്പിക്കണമെന്ന് പരസ്യമായിട്ട് പറഞ്ഞില്ലേ? ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു? കൃത്യമായിട്ട് ഓരോ തെരഞ്ഞെടുപ്പുകളിലും അവരുടെ സമീപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു? അരുവിക്കര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ NDFന്റെ തിയറി എന്തായിരുന്നു? ഞാനൊരു കാര്യം പറയാം. 64-ൽ ഒരു മിനിറ്റ് ഞാൻ പറയാം 64-ൽ നിലയ്ക്കൽ സമരം കത്ത് നിന്നപ്പോൾ മുക്രിയുടെ അങ്ങനെ പോരുത്, ചർച്ച അങ്ങനെ പോരുത്. 64-ൽ മുക്രിയുടെ വോട്ടെനിക്ക് വേണ്ട, പള്ളിയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ ബഹുമാനായ EMS 1989 വന്നപ്പോൾ സദ്ദാം ഹുസൈനെ മുമ്പ് നിർത്തിയ രാഷ്ട്രീയം, 96-ൽ ബാബരി മസ്ജിദിനെ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം, 2001-ൽ മാറാട് കലാപത്തിന്റെ രാഷ്ട്രീയം, ഇപ്പോ കാലാകാലങ്ങളിൽ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഇന്നിപ്പോ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയാ കാന്തപുരത്തിന് ഞങ്ങൾ സംരക്ഷണം കൊടുക്കും. കാന്തപുരം പരാതിയായിട്ട് വന്നില്ല. എവിടെയാ പറയുന്നേ? കോഴിക്കോട്. ആന്റണി പറഞ്ഞ 6 മാസമാണ് ഡെഡ് ലൈൻ പറഞ്ഞത്. ഈ പുനഃസംഘടനയോട് കൂടി നമുക്ക് ഇനി സമയമില്ലാത്തതുകൊണ്ട് 4-5 മിനിറ്റ് പറഞ്ഞല്ലോ ചർച്ച
വഴിതിരിച്ചുവിടല്, ഈ 50% യുവാക്കൾ, ഈ സ്ത്രീ പ്രാതിനിധ്യം, ഈ ജംബോ ലിസ്റ്റ് വെട്ടിക്കുറയ്ക്കൽ, ഇതൊക്കെ ഈ പുനഃസംഘടനയോടുകൂടി സാധ്യമാകുമോ? ആ ആത്മവിശ്വാസമാണ് ഇന്ന് സുധീരൻ പ്രകടിപ്പിച്ചതെന്ന് രണ്ട് വാക്കിൽ പറയാൻ കഴിയും. നിരവധി ചെറുപ്പക്കാർ എം ലിജുവിനെ പോലെ, വിഷ്ണുനാഥിനെ പോലെ, വി ടി ബൽറാമിനെ പോലെ, മാത്യു കുഴൽനാടനെ പോലെ നിരവധി ചെറുപ്പക്കാർ ഈ സംഘടനയിൽ താക്കോൽ സ്ഥാനങ്ങളിൽ വരാനുണ്ട്. അവരെ പരിഗണിക്കും. നിരവധി സഹോദരിമാർ, നല്ല കഴിവുള്ള മിടുമിടുക്കരായിട്ടുള്ള സഹോദരിമാർ ഇതിനകത്ത് വരാനുണ്ട്, പരിഹരിക്കും. ഒരു സ്ഥാനത്തും കിട്ടാതെ ഗ്രൂപ്പ് തിമിരത്തിൻ്റെ പേരിൽ പല സമയത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ നിരവധി ആളുകൾ, അവർക്ക് അവസരം കിട്ടും. എല്ലാ തുറന്ന സംവാദങ്ങളും നല്ല നിലപാടുകളുണ്ടാവും. പാർട്ടി മുന്നോട്ട് പോകും. എന്തായാലും പാർട്ടി മുന്നോട്ട് പോകാനുള്ള അഴിച്ചുപണി അത് രാഹുൽ ഗാന്ധി കൂടി വടിയെടുത്ത് മുന്നോട്ട് പോയാൽ കേരളത്തിൽ നേരത്തെ സജീവൻ സൂചിപ്പിച്ചതുപോലെ നേരത്തെ കെ കരുണാകരനെ പോലെയുള്ള ആളുകളൊക്കെയും ചില ഘട്ടങ്ങളിൽ വരുതിക്ക് നിൽക്കേണ്ടി വന്നു അവർക്കൊക്കെയും. അല്ലാതെ പിന്നെ പുറത്തു പോയി തിരിച്ചു വന്ന അനുഭവം. അതുകൊണ്ട് എന്തായാലും ഒരു സമഗ്ര മാറ്റത്തിലേക്ക് ഈ പുനഃസംഘടന വഴിവെക്കുമെന്ന് താങ്കൾ കരുതുന്നു? മേൽനോട്ടം എന്തായാലും ഹൈക്കമാൻഡിൻ്റെ കൂടി ആകുമ്പോൾ. പ്രജീഷ്, ഞാൻ വളരെ ചുരുക്കാം. രണ്ട് കാര്യം ഷഫീർ ഓർക്കേണ്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധി കേന്ദ്ര തലത്തിൽ തന്നെ ചെറുപ്പക്കാരെ ചുമതലയേൽപ്പിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. ഇന്നൊരു തീരുമാനം അവിടെ എടുത്തിട്ടുണ്ട്. UP തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഗുലാം നബി ആസാദിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, UP-യിൽ അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ അതുപോലെ ഒരു ചെറുപ്പക്കാരനെ ഏൽപ്പിക്കായിരുന്നില്ല UP-യുടെ ചുമതല, തെരഞ്ഞെടുപ്പിന്റെ ചുമതല? ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിയെ കുഴിച്ചു മൂടിയ നേതാവാണ് ഗുലാം നബി ആസാദ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിനാണ് ഇപ്പോൾ UP ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം സൂചിപ്പിച്ചെന്ന് മാത്രം. കേരളത്തിലേക്ക് വന്നാൽ എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി UDF ചെയർമാൻ ആവാതെ മാറി നിൽക്കുന്നേ? ഉമ്മൻചാണ്ടി ഇത് മുഴുവൻ നോക്കി കാണുകയാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചില്ലേ, ഉമ്മൻചാണ്ടി ഈ വെല്ലുവിളി നടത്തുന്നത് രാഹുൽ ഗാന്ധിയോടും AK ആൻ്റണിയോടും കൂടിയിട്ട് അവരുടെ നേരെയാണ്. കാരണം അവർ കൂടി സംഘടിപ്പിക്കട്ടെ ഈ കമ്മിറ്റികളൊക്കെ തന്നെ, ഞാൻ മാറി നിൽക്കാം. ഈ UDF-ലുള്ള ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്ത് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വം ചെന്നെത്തുന്നതാണ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. KM മാണിയും കുഞ്ഞാലിക്കുട്ടിയെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് പോകാൻ VM സുധീരൻ വിചാരിച്ചാൽ നടക്കില്ലെന്ന് ആർക്കാ അറിഞ്ഞുവിടാത്തെ? മനസ്സുകൊണ്ട് അവർക്ക് യോജിച്ചു പോകാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ രാഷ്ട്രീയം അറിയാവുന്നവർക്ക്? കേരളത്തിൽ UDF-ന് വരാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധി കൂടി നമ്മൾ ഇതിനൊപ്പം കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സജീവൻ 20 സെക്കൻഡിൽ ഒരു മറുപടി. KVS-ന്റെ നിരീക്ഷണങ്ങൾക്ക് എന്തായാലും ഒരു രത്നച്ചുരുക്കം എന്ന നിലയിൽ. അല്ല, KVS പറയുന്ന പോലെ ഒരു പൊട്ടിത്തെറിയൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. ഒരു പൊട്ടിത്തെറി ഉണ്ടാകും, പ്രതിഷേധമുണ്ടാകും. പക്ഷേ ആരെങ്കിലും പൂച്ചയ്ക്ക് മണി കെട്ടിയേ തീരൂ. ഇതേപോലെ ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന പരിപാടിയുമായിട്ട് കോൺഗ്രസ് പോയാൽ ഒരു കാലത്തും രക്ഷപ്പെടില്ല. രക്ഷപ്പെടണമെങ്കിൽ സമഗ്രമായിട്ടുള്ള അഴിച്ചുപണി വേണം. ഈ പറഞ്ഞ രൂപത്തിൽ യുവാക്കൾക്ക് അവസരം കൊടുക്കണം. വേണമെന്ന് ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിരിക്കണം. യെസ്, തീർച്ചയായും. റഹീം, അവസാനമായി എന്തായാലും നല്ലതാണെങ്കിൽ, കാരണം അവരുടെ ആഭ്യന്തര പ്രശ്നമാണെങ്കിലും ഇതിന്റെ രാഷ്ട്രീയ അടിയൊഴുക്കിന് സ്പന്ദനങ്ങൾ ഉള്ളതുകൊണ്ട് വളരെ സമർത്ഥമായി ചർച്ച വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്ന ആളാണ് ശ്രീ ഷഫീർ. ഞാൻ പറയട്ടെ, ഷഫീർ ആ ചർച്ച വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയാതെ പോകാനാകില്ല. വേറൊന്നുമില്ല. ബഹുമാന്യ ശ്രീ കാന്തപുരത്തിന്റെ കാര്യം പറഞ്ഞു. കാന്തപുരം ഉൾപ്പെടെ എല്ലാവരും ബഹുമാന്യരാണ്. അവരുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കാണാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പക്ഷേ അവരുടെ തെറ്റായ നിലപാടുകൾക്കെതിരെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ തുറന്നു പറയാൻ ഞങ്ങളല്ലേ തന്റെ ഇടം. തിരുകേശ വിഭാഗത്തിൽ അഭിപ്രായം പറഞ്ഞ പാർട്ടി ഏതാ അവിടെ? നിങ്ങൾ പറഞ്ഞോ? ഇല്ലല്ലോ. ഒരു നിലപാട്, ഞങ്ങളുടെ നിലപാട് വേറെ, അവരുടെ നിവേദനങ്ങളും അവരുടെ കാര്യങ്ങളും വേറെ. ഇതാണ് പറഞ്ഞത്. അത് ശക്തമാണ്. രാഷ്ട്രീയ വ്യവഹാരത്തിൽ നിങ്ങൾക്ക് അധികാരമില്ല, ഞങ്ങൾ നടത്തും. നിങ്ങൾ ചെയ്യുന്ന നമ്മുടെ സാംസ്കാരികമായും സാമൂഹികമായും പിന്നോട്ടെടുപ്പിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങളുടെ ഭാഗത്ത്? അതിൽ സംവാദാത്മകമായി വർത്തമാനം പറയും. നിങ്ങൾ അതിന് പോലും തയ്യാറായില്ലല്ലോ. ബീഫ് വിവാദത്തിൽ നിങ്ങൾ മാറിയതല്ലേ? ഞാൻ പറഞ്ഞത് വേറൊന്നുമില്ല. ഒരു രാഷ്ട്രീയമായ ഇച്ഛാശക്തി, മുഖങ്ങൾ മാറ്റിയത് കൊണ്ട് കാര്യമില്ല. കോൺഗ്രസ് ഇന്നലകളെ പരിശോധിച്ചുകൊണ്ട് തിരുത്തേണ്ടത് രാഷ്ട്രീയമായ ഇച്ഛാശക്തി സ്വീകരിക്കണം. അത് വർഗീയതക്കെതിരായ നിങ്ങളുടെ നിലപാട് പറ. അഴിമതിക്കെതിരായ നിലപാട് പറ. ഇത്തരം ഞാനത് പറയട്ടെ, ഇത്തരം കാര്യത്തിൽ നിലപാട് നിങ്ങൾ വീണ്ടും വഴിതിരിക്കുകയാണ്. നിലപാട് ഇത് ഒച്ചപ്പാടുണ്ടാക്കാൻ ഷഫീർ സ്വാഭാവികം പറയട്ടെ. ഇവിടെ കോൺഗ്രസിനകത്ത് പറയട്ടെ, നിങ്ങൾ മിണ്ടാതിരിക്കുന്നേ. നിങ്ങൾ പറഞ്ഞ മിണ്ടായിരുന്നല്ലോ. കോൺഗ്രസിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഇവിടെ ഉണ്ടാകും
ഉണ്ടാക്കാനുള്ള യാതൊരുവിധ ശക്തിയും ഇന്ന് കോൺഗ്രസിനില്ല. ഇനി അത് നിങ്ങളുടെ അല്ല മനസ്സിലായി. പറയട്ടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ബെസ്റ്റ് വിഷസ് എന്ന് ഞാനും രേഖപ്പെടുത്തുന്നു. കണ്ട് പനിക്കേണ്ട ഉണ്ടാകട്ടെ, അത്രേ ഉള്ളൂ. ഇതുപോലെ എന്ത് പല പനിക്കാനാ? തെരഞ്ഞെടുപ്പുകളിൽ അല്ലല്ല, പ്രതിപക്ഷത്തെ പ്രജീഷ് ഒരു കാര്യം പറയട്ടെ പ്രജീഷ്, ഒറ്റ കാര്യം അല്ല ഒറ്റ കാര്യം പറയട്ടെ. തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും ഉണ്ടാകും. എ കെ ആന്റണി പറയട്ടെ 100 സീറ്റിൽ വന്നതിന് ശേഷം ഞങ്ങൾ 100 പിന്നെ സീറ്റ് പറയട്ടെ വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട്, പറയട്ടെ തിരിച്ചു വീണ്ടും പിന്നീട് ഇങ്ങോട്ട് ഭരണത്തിൽ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 2 സീറ്റിലാണ് നഷ്ടപ്പെട്ടത്. അതിന്റെ വേറെ, പക്ഷേ അതിന്റെ ചരിത്രം വേറെ. ഇത്തവണയോ 91 ഞങ്ങൾ നേടി. അപ്പൊ ഞങ്ങൾ നേടുന്നതും വിജയിക്കുന്നതും എല്ലാം വലിയ മുന്നേറ്റമാണ്. ഇവരെന്നാൽ ജയിച്ചതോ 1-2 സീറ്റിലാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയമായ അടിത്തറ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിലെ പുനഃസംഘടനയ്ക്ക് പച്ചക്കൊടി ഹൈക്കമാൻഡിൽ നിന്നും സമ്പൂർണ്ണാർത്ഥത്തിൽ ലഭിച്ചിരിക്കുന്നു. ഇനി ഗ്രൂപ്പിന്റെ അതിപ്രസരമില്ലാത്ത രീതിയിലുള്ള പുനഃസംഘടന ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സജീവൻ, ഒപ്പം എ റഹീം, BRM ഷഫീർ, KVS ഹരിദാസ് നന്ദി അറിയിക്കുന്നു.